യുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിന് ഫെഡറൽ നാഷണൽ കൗൺസിലിന്റെ അംഗീകാരം. 7150 ബില്യൺ ദിർഹം ചെലവും അത്ര തന്നെ വരുമാനവും കണക്കാക്കുന്ന ബജറ്റിനാണ് FNC അംഗീകാരം നൽകിയത്. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകിയുള്ളതാണ് ബജറ്റ്. അടുത്ത വർഷത്തേക്കുള്ള UAEയുടെ പൊതു ബജറ്റിനാണ് ഫെഡറൽ നാഷണൽ കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചത്. പൊതു ബജറ്റിനെ വിവിധ സർക്കാർ വകുപ്പുകളുടെ ബജറ്റുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള കരട് നിയമത്തിനും FNC അംഗീകാരം നൽകി. സ്പീക്കർ സഗർ ഗൊബാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന FNC യോഗം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ആരോഗ്യമന്ത്രി അബ്ദുൾ റഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഉവൈസ്, ധനമന്ത്രി മുഹമ്മദ് ഹാസി അൽ ഹുസൈനി തുടങ്ങിയ മന്ത്രിമാരും പങ്കെടുത്തു. ബജറ്റിൽ സാമൂഹികക്ഷേമ പദ്ധതികൾക്കാണ് ഊന്നൽ. പെൻഷൻ അടക്കമുള്ള സുരക്ഷാ പദ്ധതികൾക്കായി 27.85 ബില്യൺ ദിർഹമാണ് നീക്കിവെച്ചിട്ടുള്ളത്. ആകെ ബജറ്റിന്റെ 39% ഈ മേഖലയ്ക്കാണ്. ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ, പെൻഷൻ, പൊതുജന സേവന പദ്ധതികൾ തുടങ്ങിയവയാണ് ഈ മേഖലയിൽ ഉൾപ്പെടുക. വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്കാണ് ബജറ്റിൽ രണ്ടാമത് പരിഗണന. 25.57 ബില്യൺ ദിർഹമാണ് ഈ മേഖലയുടെ വിഹിതം. ബജറ്റിന്റെ 35.7%. ജനം, ദുബായ്.